സ്വയം മാറാൻ ബുദ്ധിമുട്ടില്ല. എവിടെ പ്രതികരിക്കണം, എവിടെ പ്രതികരിക്കരുത് എന്ന് മനസ്സിലാക്കുക മാത്രമാണ് പ്രധാനം. ചിലപ്പോൾ വാക്കുകളേക്കാൾ സ്വാധീനം മൗനത്തിനായിരിക്കും. സ്വന്തം മനസ്സിനെയും വാക്കുകളെയും നിയന്ത്രിക്കുന്ന വ്യക്തി ജീവിതത്തിലെ ഒട്ടുമിക്ക പ്രതിസന്ധികളെയും തരണം ചെയ്യുന്നു. നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള ഏറ്റവും ലളിതമായ വഴി പഠിപ്പിക്കുന്ന ഒരു കഥയുമായാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ ഈ പ്രചോദനാത്മകമായ കഥ നമുക്ക് തുടങ്ങാം. വളരെക്കാലം മുമ്പുള്ള കാര്യമാണ്. മഗധ സാമ്രാജ്യത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ അർജുനൻ എന്നു പേരുള്ള ഒരു യുവാവ് ജീവിച്ചിരുന്നു. അർജുനന്റെ സ്വഭാവം വളരെ മുൻകോപമുള്ളതും എടുത്തുചാട്ടമുള്ളതുമായിരുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും അവൻ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും എല്ലാത്തിനും മറുപടി പറയുകയും ചെയ്യുന്നത് അവന്റെ ശീലമായിരുന്നു. ഓരോ തവണയും തന്റെ ഭാഗമാണ് ശരിയെന്ന് തെളിയിക്കാൻ അവൻ വാശിപിടിച്ചു. എന്നാൽ ഈ സ്വഭാവം കാരണം പതുക്കെ ആളുകൾ അവനിൽ നിന്ന് അകലാൻ തുടങ്ങി. ഈ സ്വഭാവം തനിക്ക് സമാധാനവും സന്തോഷവും നൽകുന്നതിനു പകരം മാനസിക സമ്മർദ്ദവും ഏകാന്തതയുമാണ് നൽകുന്നതെന്ന് അർജുനനും മനസ്സിലാക്കാൻ തുടങ്ങി. ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെ പുറത്തുകടക്കണമെന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അടുത്തുള്ള ഒരു കാട്ടിൽ ശ്രീബുദ്ധൻ തന്റെ ശിഷ്യന്മാർക്ക് ഉപദേശം നൽകുന്നുണ്ടെന്ന് ഒരു ദിവസം അവൻ അറിഞ്ഞു. ബുദ്ധന്റെ കാരുണ്യത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ അറിവിനെയും ജീവിതപാഠങ്ങളെക്കുറിച്ചും അർജുനൻ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു. എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒരുപക്ഷെ ബുദ്ധന്റെ അടുത്തുനിന്ന് ലഭിച്ചേക്കാമെന്ന് അവൻ ചിന്തിച്ചു. വലിയ ആവേശത്തോടെ അവൻ പ്രഭാഷണം നടക്കുന്ന സ്ഥലത്തെത്തി. അവിടെ വലിയൊരു ജനക്കൂട്ടമുണ്ടായിരുന്നു. ബുദ്ധൻ തന്റെ ശാന്തവും ലളിതവുമായ വാക്കുകളിലൂടെ ജീവിതത്തിന്റെ ആഴങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയായിരുന്നു. ആ സമയം സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബുദ്ധൻ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ 10 സാഹചര്യങ്ങളിൽ മൗനം പാലിക്കാൻ പഠിക്കുക. ഇത് കേട്ടപ്പോൾ അർജുനന്റെ മനസ്സിൽ പുതിയൊരു പ്രതീക്ഷ ഉണർന്നു. പ്രഭാഷണത്തിനു ശേഷം അവൻ ബുദ്ധന്റെ അടുത്ത് ചെന്നു. അദ്ദേഹത്തിന്റെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഭഗവാൻ, 10 സാഹചര്യങ്ങളിൽ മിണ്ടാതിരിക്കണമെന്ന് അങ്ങ് പറഞ്ഞു. ദയവായി ആ 10 സാഹചര്യങ്ങൾ ഏതൊക്കെയെന്നും അവ എന്റെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാമെന്നും എനിക്ക് പറഞ്ഞു തന്നാലും. ബുദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അർജുന, ഇത് മനസ്സിലാക്കാൻ നിനക്ക് ക്ഷമയും അച്ചടക്കവും ആത്മപരിശോധനയും ആവശ്യമാണ്. നീ തയ്യാറാണെങ്കിൽ എന്റെ കൂടെ വരൂ. അർജുനൻ സമ്മതിച്ചു. അങ്ങനെ അവന്റെ ജീവിതം മാറ്റിമറിച്ച ആ യാത്ര ആരംഭിച്ചു. 1-ാമത്തെ സ്ഥാനം, ആരെങ്കിലും നിന്നെ വിമർശിക്കുമ്പോൾ. ബുദ്ധൻ അർജുനന് ആദ്യത്തെ പാഠം നൽകി. ആരെങ്കിലും നിന്നെ നിന്ദിക്കുമ്പോൾ മിണ്ടാതിരിക്കുക. വിമർശനം നിനക്ക് മുന്നിലുള്ള ഒരു കണ്ണാടിയാണ്. നീ ദേഷ്യത്തോടെ മറുപടി നൽകിയാൽ ആ കണ്ണാടിയെ നീ പൊട്ടിച്ചെറിയും. എന്നാൽ നീ ശാന്തമായി ചിന്തിച്ചാൽ ആ വിമർശനത്തിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയും. ബുദ്ധൻ അവനൊരു ഉദാഹരണം നൽകി. ഒരിക്കൽ ഒരാൾ എന്നെ അധിക്ഷേപിച്ച് സംസാരിച്ചു. ഞാൻ മിണ്ടാതെ അയാളുടെ വാക്കുകൾ കേട്ടുനിന്നു. അയാൾ സംസാരിച്ച് തളർന്നപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, നീ ആർക്കെങ്കിലും ഒരു സമ്മാനം നൽകുകയും അവർ അത് സ്വീകരിക്കാതിരിക്കുകയും ചെയ്താൽ ആ സമ്മാനം ആരുടെ കൈവശമിരിക്കും? അയാൾ പറഞ്ഞു, എന്റെ കൈവശം. ഞാൻ പറഞ്ഞു, നിന്റെ ഈ വാക്കുകളും നിന്റെ അടുത്തുതന്നെയിരിക്കും, കാരണം ഞാനവ സ്വീകരിച്ചിട്ടില്ല. അർജുനൻ ഈ പാഠം ഉൾക്കൊള്ളാൻ തീരുമാനിച്ചു. തുടക്കത്തിൽ ഇത് ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ മൗനം പാലിക്കുന്നതിലൂടെ അവൻ തന്നെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാൻ തുടങ്ങിയതായി അവൻ കണ്ടെത്തി. 2-ാമത്തെ സ്ഥാനം, ആരെങ്കിലും നിന്നോട് തർക്കിക്കുമ്പോൾ. കുറച്ചു നാളുകൾക്ക് ശേഷം ബുദ്ധൻ 2-ാമത്തെ പാഠം നൽകി. ആരെങ്കിലും നിന്നോട് തർക്കിക്കുമ്പോൾ മൗനം പാലിക്കുക. തർക്കത്തിൽ സത്യമല്ല, അഹങ്കാരമാണ് ജയിക്കുന്നത്. മിണ്ടാതിരിക്കുന്നതിലൂടെ നിനക്ക് സാഹചര്യത്തെ കൂടുതൽ നന്നായി മനസ്സിലാക്കാനും ശരിയായ തീരുമാനമെടുക്കാനും കഴിയും. ബുദ്ധൻ ഒരു കഥ പറഞ്ഞു. ഒരു ഗ്രാമത്തിൽ ഗഗൻ എന്നു പേരുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു. അവന് വളരെ വേഗം ദേഷ്യം വരുമായിരുന്നു. ഒരു ദിവസം അവൻ തന്റെ മുത്തശ്ശിയുടെ ഒപ്പം ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് തൊട്ടടുത്ത കൂട്ടിലിരുന്ന തത്ത ഉച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങിയത്. ഗഗന് വല്ലാതെ ദേഷ്യം വന്നു. അവൻ കൂടിന്റെ അടുത്തേക്ക് പോയി തത്തയോട് തർക്കിക്കാൻ തുടങ്ങി. മിണ്ടാതിരിക്കെ, എന്തിനാണിത്ര ശബ്ദമുണ്ടാക്കുന്നത്? എന്നാൽ തത്ത കൂടുതൽ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. മുത്തശ്ശി ഗഗനോട് ചോദിച്ചു, നീ തത്തയോട് തർക്കിച്ചാൽ അത് മിണ്ടാതിരിക്കുമോ? ഗഗൻ തലതാഴ്ത്തി. മുത്തശ്ശി പറഞ്ഞു, തർക്കം ഒരിക്കലും ഒരു പരിഹാരം നൽകുന്നില്ല. ആരെങ്കിലും തർക്കിക്കുമ്പോൾ മൗനം പാലിക്കുന്നതാണ് ശരിയായ രീതി. കാരണം മൗനം മറ്റേയാളെ ചിന്തിക്കാൻ നിർബന്ധിതനാക്കും. ഗഗന് മുത്തശ്ശി പറഞ്ഞത് മനസ്സിലായി. അടുത്ത തവണ അവൻ തത്തയുടെ ശബ്ദം ശ്രദ്ധിച്ചതേയില്ല. പതുക്കെ തത്തയും ശാന്തമായി. തർക്കങ്ങളിൽ ഏർപ്പെടുന്നതിനേക്കാൾ നല്ലത് മൗനമായിരുന്ന പരിഹാരം കണ്ടെത്തുകയാണെന്ന് ഈ കഥയിൽ നിന്ന് അർജുനൻ പഠിച്ചു. 3-ാമത്തെ സ്ഥാനം, ആരെങ്കിലും ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ. ബുദ്ധൻ അർജുനനോട് പറഞ്ഞു, ദേഷ്യം തീ പോലെയാണ്. നീ അതിൽ നെയ്യൊഴിച്ചാൽ അത് കൂടുതൽ ആളിക്കെത്തും. അതിനാൽ ആരെങ്കിലും ദേഷ്യപ്പെടുമ്പോൾ മിണ്ടാതിരിക്കുക. അവരുടെ ദേഷ്യത്തിന്റെ ഊർജ്ജം അവസാനിക്കും. ഇതിനായി അദ്ദേഹം ഒരു കഥ പറഞ്ഞു. ഒരു രാജാവ് ദേഷ്യത്തിൽ തന്റെ മന്ത്രിക്ക് വധശിക്ഷ വിധിച്ചു. മന്ത്രി ഒന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം രാജാവിന് പശ്ചാത്താപം തോന്നുകയും അദ്ദേഹം മന്ത്രിയോട് ക്ഷമിക്കുകയും ചെയ്തു. ആ സമയത്ത് മന്ത്രി രാജാവുമായി തർക്കിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. അർജുനൻ ഇതും തന്റെ ജീവിതത്തിൽ പകർത്തി. 4-ാമത്തെ സ്ഥാനം, നീ ദുഃഖിതനായിരിക്കുമ്പോൾ. ഒരു ദിവസം അർജുനന്റെ മനസ്സിൽ കടുത്ത ദുഃഖം നിറഞ്ഞു. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഹൃദയം അസ്വസ്ഥമായിരുന്നു. അവൻ ബുദ്ധന്റെ അടുത്ത് ചെന്നു പറഞ്ഞു, പ്രഭോ, ഈ വേദന സഹിക്കാൻ കഴിയുന്നില്ല. ആത്മാവിനുമേൽ വലിയൊരു ഭാരം വെച്ചതുപോലെ തോന്നുന്നു.
ബുദ്ധൻ ശാന്തമായ സ്വരത്തിൽ മറുപടി നൽകി, അർജുന, നീ ദുഃഖിതനായിരിക്കുമ്പോൾ വാക്കുകൾക്ക് വിശ്രമം നൽകുക. മൗനത്തെ നിന്റെ കൂട്ടുകാരനാക്കുക. ദുഃഖമൊരു ശത്രുവല്ല, നിന്നെ ഉള്ളിൽ നിന്ന് മാറ്റാൻ അതിന് കഴിയും. വേദന എന്നത് നമ്മെ തകർന്നുപോയതായി തോന്നിപ്പിക്കുന്ന ജീവിതത്തിലെ കഠിനമായൊരു പരീക്ഷണമാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു. എന്നാൽ ആ തകർച്ചയിലാണ് പുതിയൊരു സൃഷ്ടിയുടെ അടിസ്ഥാനം ഒളിഞ്ഞിരിക്കുന്നത്. നീ മൗനത്തിലേക്ക് പ്രവേശിക്കുന്ന ആ നിമിഷം നിന്റെ മനസ്സിലെ ദേഷ്യത്തിന്റെയും ചോദ്യങ്ങളുടെയും ഭയത്തിന്റെയും പാളികൾ നിനക്ക് കാണാൻ കഴിയും. ദുഃഖമെന്നത് യഥാർത്ഥത്തിൽ നിന്റെ ആത്മബോധത്തിലേക്കുള്ള വാതിലാണെന്ന് അപ്പോൾ നിനക്ക് മനസ്സിലാകും. അർജുനൻ ഈ പാഠം ഹൃദയത്തിൽ സ്വീകരിച്ചു. മനസ്സ് വേദന കൊണ്ട് നിറയുമ്പോൾ പുറത്തേക്കല്ല ഉള്ളിലേക്കാണ് നോക്കേണ്ടതെന്ന് അവൻ പഠിച്ചു. അവൻ നിശബ്ദനായിരുന്നു. തന്റെ ചിന്തകൾ ശാന്തമാകുന്നതവൻ കണ്ടു. പതുക്കെ ആ മൗനം അവന്റെ ആത്മാവിനെ തലോടാൻ തുടങ്ങി. ദുഃഖത്തിൽ മൗനം പാലിക്കുന്നത് ഒളിച്ചോട്ടമല്ല, മറിച്ച് സ്വയം വീണ്ടും കണ്ടെത്താനുള്ള വഴിയാണെന്ന് അവനപ്പോൾ മനസ്സിലായി. 5-ാമത്തെ സ്ഥാനം, ആരെങ്കിലും നിന്നെ പ്രകോപിപ്പിക്കുമ്പോൾ. ബുദ്ധൻ അർജുനനോട് പറഞ്ഞു, ആരെങ്കിലും നിന്നെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കുമ്പോൾ അതിനുള്ള ഏറ്റവും വലിയ മറുപടി മൗനത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഇത് കേവലം മൗനമല്ല, മറിച്ച് നിന്റെ ഉള്ളിലെ ശക്തിയുടെയും ക്ഷമയുടെയും പ്രതീകമാണ്. അദ്ദേഹം ഒരു സന്യാസിയുടെ കഥ പങ്കുവച്ചു. പണ്ടുകാലത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു സന്യാസി ജീവിച്ചിരുന്നു. ഗ്രാമത്തിലെ ചില ആളുകൾക്ക് അദ്ദേഹത്തോട് കടുത്ത അസൂയയും വിദ്വേഷവുമുണ്ടായിരുന്നു. അവർ അദ്ദേഹത്തെ നിരന്തരം ശല്യപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടും ആ സന്യാസി ഒരിക്കലും അവരോട് വഴക്കിടുകയോ കൈപ്പേറിയ എന്തെങ്കിലും പറയുകയോ ചെയ്തില്ല. അദ്ദേഹം പൂർണ്ണമായും നിശബ്ദനായിരുന്നു. തന്റെ ധ്യാനത്തിലും തപസ്സിലും മുഴുകി. ക്രമേണ ഗ്രാമവാസികൾക്ക് അദ്ദേഹത്തിന്റെ ആ ക്ഷമയെയും ശാന്തതയെയും നേരിടാൻ കഴിഞ്ഞില്ല. അവരുടെ പ്രകോപനങ്ങൾ അദ്ദേഹത്തിൽ യാതൊരു ഫലവുമുണ്ടാക്കിയില്ല. അദ്ദേഹത്തിന്റെ മൗനം അവരുടെ നെഗറ്റീവ് ചിന്തകളെ അലിയിച്ചു കളയുകയും അവരുടെ ചിന്താഗതിയിൽ പതുക്കെ മാറ്റം വരികയും ചെയ്തു. പ്രകോപിപ്പിക്കുന്നതിലൂടെ സന്യാസിയെ ഭയപ്പെടുത്താനോ ശല്യപ്പെടുത്താനോ കഴിയില്ലെന്ന് അവർ മനസ്സിലാക്കി. ബുദ്ധൻ വിശദീകരിച്ചു, നീ ദേഷ്യത്തിനോ അപമാനത്തിനോ ദേഷ്യത്തോടെ മറുപടി നൽകുമ്പോൾ വഴക്ക് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നീ നിശബ്ദനായിരിക്കുമ്പോൾ പുറത്തുനിന്നുള്ള പ്രകോപനങ്ങൾക്ക് ബാധിക്കാൻ കഴിയാത്ത ഒരു ശക്തിയാണ് നീ പ്രകടിപ്പിക്കുന്നത്. നിന്റെ പ്രതികരണങ്ങളെ നിയന്ത്രിക്കുന്നത് നിന്റെ മാനസിക ശക്തിയുടെ ലക്ഷണമാണ്. 6-ാമത്തെ സ്ഥാനം, നിന്റെ ഉപദേശം ആവശ്യമില്ലാത്തപ്പോൾ. ബുദ്ധൻ അർജുനനോട് പറഞ്ഞു, എല്ലായിടത്തും നിന്റെ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ആരും നിന്നോട് ഉപദേശം ചോദിക്കാത്തപ്പോൾ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. ശരിയായ സമയവും ശരിയായ ആവശ്യവും മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥ ബുദ്ധി. ഉപദേശം നൽകുന്നത് നല്ല ഉദ്ദേശത്തോടെയാണെന്ന് അർജുനന് മനസ്സിലായി. എന്നാൽ അത് ആവശ്യമില്ലാത്ത സമയത്താകുമ്പോൾ അത് വിപരീത ഫലമുണ്ടാക്കും. ഈ പാഠം അർജുനന് വളരെ പ്രയോജനകരമായി മാറി. 7-ാമത്തെ സ്ഥാനം, നിന്റെ അറിവിൽ നിനക്ക് അഹങ്കാരം തോന്നുമ്പോൾ. ബുദ്ധൻ പറഞ്ഞു, അറിവ് യഥാർത്ഥമാകുന്നത് അത് വിനയത്തോട് ചേരുമ്പോഴാണ്. നിന്റെ അറിവിനെക്കുറിച്ച് നീ പ്രകടനപരത കാണിച്ചാൽ അത് പൊള്ളയായിത്തീരുകയും നിനക്ക് യഥാർത്ഥ ബഹുമാനം ലഭിക്കാതിരിക്കുകയും ചെയ്യും. അഹങ്കാരം അറിവിന്റെ ശത്രുവാണെന്ന് ബുദ്ധൻ വിശദീകരിച്ചു. സ്വന്തം അറിവിൽ അഹങ്കരിക്കുന്ന ഒരു വ്യക്തി പഠിക്കാനുള്ള പ്രക്രിയ അവസാനിപ്പിക്കുകയും മറ്റുള്ളവരിൽ നിന്ന് അകലുകയും ചെയ്യുന്നു. തന്റെ അറിവിനെ വിനയത്തോടും സഹാനുഭൂതിയോടും ദയയോടും കൂടി കാണുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി. അറിവ് അഹങ്കാരത്തിൽ നിന്ന് മുക്തമാകുമ്പോൾ അത് മറ്റുള്ളവർക്ക് വെളിച്ചവും വഴികാട്ടിയുമായി മാറുന്നു. അതിനാൽ സ്വയം ശ്രേഷ്ഠനാണെന്ന് കരുതുന്നതിനു പകരം മറ്റുള്ളവരിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. നിന്റെ അറിവിനെ സേവനത്തിനുള്ള ഒരു മാർഗമാക്കി മാറ്റുക. 8-ാമത്തെ സ്ഥാനം, സത്യം കേൾക്കാൻ ആരെങ്കിലും തയ്യാറല്ലാത്തപ്പോൾ. ബുദ്ധൻ അർജുനനോട് പറഞ്ഞു, സത്യത്തിന് വിലയുണ്ടാകുന്നത് അത് സ്വീകരിക്കാൻ കേൾവിക്കാരൻ തയ്യാറാകുമ്പോൾ മാത്രമാണ്. ആരെങ്കിലും സ്വന്തം അഹങ്കാരത്തിലോ മിഥ്യാധാരണയിലോ മുഴുകിയിരിക്കുകയാണെങ്കിൽ നിന്റെ വാക്കുകൾ അവർക്കൊരു ഭാരമായിത്തീരുകയും നിന്റെ ഊർജ്ജവും സമയവും നഷ്ടപ്പെടുകയും ചെയ്യും. തുടർന്ന് ബുദ്ധൻ ഒരു കഥ പറഞ്ഞു. പണ്ടുകാലത്ത് ലഹരിയിലും അഹങ്കാരത്തിലും മയങ്ങിയിരുന്ന ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ചുറ്റുമുള്ള ശത്രുക്കൾ കൂടുതൽ കരുത്താർജിച്ചുകൊണ്ടിരുന്നു. എന്നാൽ രാജാവ് അവരുടെ ശബ്ദം ശ്രദ്ധിച്ചില്ല. ഒരു ദിവസം ഒരു സന്യാസി വന്ന് രാജാവിനോട് വിശദീകരിച്ചു, മഹാരാജാവ്, നിങ്ങളുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ശത്രുക്കൾ നിങ്ങളെ പരാജയപ്പെടുത്തും. എന്നാൽ ലഹരിയിലും അഹങ്കാരത്തിലും മുങ്ങിയിരുന്ന രാജാവ് സന്യാസിയുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറായില്ല. ദേഷ്യം വന്ന അദ്ദേഹം സന്യാസിയെ ജയിലിലടച്ചു. കുറച്ചു നാളുകൾക്ക് ശേഷം തന്റെ തീരുമാനങ്ങളുടെ കൈപ്പേറിയ സത്യം രാജാവിന് മനസ്സിലായി. പരാജയങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും കരകയറിയ അദ്ദേഹം സന്യാസിയോട് മാപ്പ് ചോദിക്കുകയും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഗൗരവമായി എടുക്കുകയും ചെയ്തു. ബുദ്ധൻ അർജുനനോട് പറഞ്ഞു, ആരെങ്കിലും സ്വന്തം മിഥ്യാധാരണകളിലും അഹങ്കാരത്തിലും മുഴുകിയിരിക്കുമ്പോൾ അവരോട് സത്യം പറയുന്നത് അവർക്ക് ഭാരമായി തോന്നിയേക്കാം. അതിനാൽ ക്ഷമയോടെയിരിക്കുകയും ശരിയായ സമയത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്നതാണ് ബുദ്ധി. നിലം ഒരുങ്ങുമ്പോൾ മാത്രമേ സത്യത്തിന്റെ വിത്ത് മുളയ്ക്കുകയുള്ളൂ. 9-ാമത്തെ സ്ഥാനം, സാഹചര്യങ്ങൾ നിന്റെ നിയന്ത്രണത്തിലല്ലാത്തപ്പോൾ. ജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധികൾ അതിന്റെ പാരമ്യത്തിലെത്തുകയുമെല്ലാം നിന്റെ നിയന്ത്രണത്തിന് പുറത്താണെന്ന് തോന്നുകയും ചെയ്യുന്ന നിമിഷങ്ങളുണ്ടാകും. ബുദ്ധൻ പറയുന്നു, ഈ നിമിഷങ്ങളിൽ ശാന്തതയാണ് നിന്റെ ഏറ്റവും വലിയ ശക്തി. തുടർന്ന് ബുദ്ധൻ ഒരു കർഷകന്റെ കഥ പറഞ്ഞു. ഭയാനകമായ ഒരു വെള്ളപ്പൊക്കത്തിൽ തന്റെ വിളകളെല്ലാം പൂർണ്ണമായും നശിച്ചുപോയ ഒരു കർഷകൻ പാടത്ത് നിന്ന് കരയുകയായിരുന്നു. തന്റെ കഠിനാധ്വാനവും പ്രതീക്ഷകളും തകർന്നടിഞ്ഞതിന്റെ ദുഃഖത്തിൽ കടുത്ത നിരാശയോടെ അവൻ ബുദ്ധന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഗുരുദേവാ, എന്റെ വിളകളെല്ലാം നശിച്ചു.
ഇനി ഞാൻ എന്തു ചെയ്യും? എന്റെ എല്ലാ പ്രതീക്ഷകളും തകർന്നു. ബുദ്ധൻ സഹതാപത്തോടെ അവന്റെ വാക്കുകൾ കേട്ടിട്ട് പറഞ്ഞു, മഴയെയോ പ്രകൃതി ദുരന്തത്തെയോ നിനക്ക് മാറ്റാൻ കഴിയില്ല. എന്നാൽ നിന്റെ മാനസികാവസ്ഥയും നിന്റെ പരിശ്രമങ്ങളും നിനക്ക് തീർച്ചയായും മാറ്റാൻ കഴിയും. ദേഷ്യവും ഉത്കണ്ഠയും നിന്റെ മനസ്സിനെ കൂടുതൽ അസ്വസ്ഥമാക്കുകയേയുള്ളൂ. പരിഹാരമല്ല, ശാന്തനായിരിക്കുക, ക്ഷമ കാണിക്കുക, പുതിയ വഴികൾ കണ്ടെത്തുക. കർഷകൻ ബുദ്ധന്റെ വാക്കുകൾ അംഗീകരിക്കുകയും തന്റെ മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്തു. അവൻ തോൽവി സമ്മതിച്ചില്ല. പുതിയ ശ്രമങ്ങൾ തുടങ്ങി. ക്രമേണ അവന്റെ സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടു. ബുദ്ധൻ അർജുനനോട് വിശദീകരിച്ചു, വഴി കഠിനമാവുകയും സാഹചര്യങ്ങൾ നിന്റെ നിയന്ത്രണത്തിലല്ലാതാവുകയും ചെയ്യുമ്പോൾ സ്വയം ആശയക്കുഴപ്പത്തിലാകുന്നതിനു പകരം ക്ഷമയോടും ശാന്തതയോടും കൂടി പ്രവർത്തിക്കുക. അതാണ് നിന്റെ ഏറ്റവും വലിയ ശക്തി. മൗനം പാലിക്കുക, സംയമനം പാലിക്കുക, പരിഹാരം കണ്ടെത്താനുള്ള പോസിറ്റീവായ ശ്രമങ്ങൾ തുടരുക. 10ാമത്തെ സ്ഥാനം, നിന്റെ ഹൃദയം കൃതജ്ഞത കൊണ്ട് നിറയുമ്പോൾ. ബുദ്ധൻ അർജുനനോട് പറഞ്ഞു, നിന്റെ ഹൃദയം സ്നേഹവും സമാധാനവും കൃതജ്ഞതയും കൊണ്ട് നിറയുമ്പോൾ അതിന് വാക്കുകളുടെ ആവശ്യമില്ല. ആ നിമിഷത്തിൽ മൗനമാണ് നിന്റെ ഏറ്റവും ആഴത്തിലുള്ള ആവിഷ്കാരമായി മാറുന്നത്. നിന്റെ സന്തോഷത്തെ നിശബ്ദമായി പുണരുന്ന നിന്റെ ആത്മാവിന്റെ ഏറ്റവും മനോഹരമായ ഭാഷയാണ് ഈ മൗനം. ബുദ്ധൻ ഇത് കൂടുതൽ വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞു, കൃതജ്ഞതയുടെ ഏറ്റവും ശുദ്ധമായ രൂപം മൗനത്തിലാണ് വിരിയുന്നത്. നിന്റെ മനസ്സ് സന്തോഷവും സംതൃപ്തിയും കൊണ്ട് നൃത്തം ചെയ്യുമ്പോൾ അതിന് വാക്കുകളിൽ ഒതുക്കാൻ ശ്രമിക്കരുത്. ഈ നിശബ്ദത നിന്റെ ഹൃദയത്തിന്റെ ആഴത്തെയാണ് കാണിക്കുന്നത്. അത് ഒന്നും പറയാതെ തന്നെ എല്ലാം പറയുന്നു. ബുദ്ധൻ അർജുനന് ഒരു ചെറിയ കഥ പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സത്യാന്വേഷി തന്റെ ഗുരുവിനൊപ്പം വർഷങ്ങളോളം ധ്യാനത്തിലേർപ്പെട്ടു. ഒരു ദിവസം ആ ശിഷ്യന് ആന്തരിക സമാധാനം അനുഭവപ്പെട്ടപ്പോൾ അവന്റെ ഹൃദയം അത്രത്തോളം നിറഞ്ഞു. അവൻ ഗുരുവിന്റെ മുന്നിൽ ചെന്നു നിന്നു. അവൻ പറഞ്ഞു, ഗുരുവേ, ഞാൻ അങ്ങയോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എന്റെ ഹൃദയത്തിന്റെ ആഴം പ്രകടിപ്പിക്കാൻ തക്ക വാക്കുകൾ എനിക്കില്ല. ഗുരു അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, നിന്റെ ഈ നിശബ്ദത തന്നെയാണ് എനിക്കുള്ള ഏറ്റവും വലിയ സമ്മാനം. ഇത് കാത്തുസൂക്ഷിക്കുക, കാരണം ഇതാണ് നിന്റെ ആത്മാവിന്റെ യഥാർത്ഥ ശബ്ദം. 10 സാഹചര്യങ്ങളിൽ മൗനം പാലിക്കാനുള്ള പാഠങ്ങൾ അർജുനൻ ബുദ്ധനിൽ നിന്ന് പഠിച്ചപ്പോൾ അവ ഉടൻ തന്നെ പ്രാവർത്തികമാക്കാൻ ബുദ്ധൻ അവനോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം തന്റെ ശാന്തവും ഗാംഭീര്യവുമുള്ള ശബ്ദത്തിൽ പറഞ്ഞു, അർജുന, അറിവ് ജീവിതത്തിൽ പകർത്തപ്പെടുമ്പോഴാണ് അതിന് യഥാർത്ഥ വിലയുണ്ടാകുന്നത്. നിനക്ക് ചില പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകാൻ ഞാൻ അവസരം നൽകാം. മൗനത്തിന്റെ ശക്തിക്ക് നിന്നെ എത്രത്തോളം മാറ്റാൻ കഴിയുമെന്ന് ഈ പരീക്ഷണങ്ങൾ നിനക്ക് കാണിച്ചുതരും. അർജുനൻ ആവേശത്തോടെയും വിശ്വാസത്തോടെയും സമ്മതിച്ചു. അങ്ങനെ ബുദ്ധന്റെ മാർഗനിർദ്ദേശപ്രകാരം അവന്റെ ജീവിതത്തിലെ പുതിയൊരധ്യായം ആരംഭിച്ചു. അർജുനന്റെ പഴയ സ്വഭാവം അറിയാവുന്ന ഒരു ഗ്രാമത്തിലേക്ക് ബുദ്ധൻ അവനെ അയച്ചു. അർജുനൻ ഗ്രാമത്തിലെത്തിയ ഉടൻ തന്നെ ആളുകൾ അവനെ കളിയാക്കാൻ തുടങ്ങി. ഗ്രാമവാസികൾ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, അർജുന, നീ ആ പഴയ ആൾ തന്നെയാണ്. നിനക്കൊരിക്കലും മാറാൻ കഴിയില്ല. എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു. ഇവിടെ എന്തു ചെയ്യാനാണ് വന്നത്? തന്റെ പഴയ സ്വഭാവം പോലെ ഉടൻ തന്നെ മറുപടി പറയണമെന്നും സ്വന്തം ഭാഗം ന്യായീകരിക്കണമെന്നും അർജുനന് ആദ്യം തോന്നി. എന്നാൽ അപ്പോഴാണ് ബുദ്ധന്റെ ആദ്യത്തെ പാഠം അവന് ഓർമ്മ വന്നത്. ആരെങ്കിലും നിന്നെ വിമർശിക്കുമ്പോൾ മിണ്ടാതിരിക്കുക. അർജുനൻ ദീർഘമായി ശ്വാസമെടുത്ത് ശാന്തനായി നിന്നു. അവൻ ഒരു വാക്കുപോലും മിണ്ടിയില്ല. പതുക്കെ ഗ്രാമവാസികളുടെ പരിഹാസം കുറഞ്ഞുവന്നു. അവന്റെ നിശബ്ദത കണ്ട് അവർ അത്ഭുതപ്പെട്ടു. ഇപ്പോൾ അവരുടെ കണ്ണിൽ അർജുനൻ ആ പഴയ ദേഷ്യക്കാരനായിരുന്നില്ല. അവനിൽ എന്തോ മാറ്റം വന്നിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അർജുനൻ ബുദ്ധന്റെ അടുത്തേക്ക് മടങ്ങിവരുമ്പോൾ അവന്റെ മുഖം ആത്മവിശ്വാസവും ശാന്തതയും കൊണ്ട് തിളങ്ങുന്നുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഭഗവാൻ, മിണ്ടാതിരിക്കുക എന്നത് എളുപ്പമായിരുന്നില്ല. മറുപടി പറയാനുള്ള ആഗ്രഹം എന്റെ മനസ്സിൽ പലതവണയുണ്ടായി. എന്നാൽ അങ്ങയുടെ പാഠങ്ങൾ എന്നെ തടഞ്ഞു. ഈ മൗനം എനിക്കൊരു പുതിയ ശക്തി നൽകി. ബുദ്ധൻ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അർജുന, ഇത് നിന്റെ ആദ്യപടിയാണ്. നീ മൗനത്തിന്റെ ശക്തി അനുഭവിച്ചറിഞ്ഞു. ഇനി അടുത്ത പരീക്ഷണത്തിന് തയ്യാറാവുക. ബുദ്ധൻ അർജുനന് അടുത്ത വെല്ലുവിളി നൽകി. അദ്ദേഹം തന്റെ ശാന്തവും ആഴമുള്ളതുമായ കണ്ണുകൾ കൊണ്ട് അർജുനനെ നോക്കി പറഞ്ഞു, ഇപ്പോൾ നീ പുതിയൊരു പരീക്ഷണത്തിന് തയ്യാറാണ്. മൂർച്ചയുള്ള വാക്കുകൾക്ക് പേരുകേട്ട ഒരു വ്യാപാരിയുണ്ട്. അയാൾ എല്ലാവരോടും തർക്കിക്കും. നീ അയാളുടെ അടുത്തു പോവുക, അയാളോടൊരു ചോദ്യം ചോദിക്കുക. അയാൾ തർക്കിക്കാൻ തുടങ്ങുമ്പോൾ നീ മിണ്ടാതിരിക്കണം. അർജുനൻ തലകുനിച്ച് ബുദ്ധന്റെ വാക്കുകൾ ഹൃദയത്തിലേറ്റുവാങ്ങി. വലിയ തിരക്കുള്ള ആ വ്യാപാരിയുടെ കടയിൽ അവനെത്തി. കടയിലെ സാധനങ്ങളുടെ തിളക്കവും വ്യാപാരിയുടെ ഉച്ചത്തിലുള്ള ശബ്ദവും അവിടെ മുഴുവൻ മാറ്റൊലിക്കൊള്ളുന്നുണ്ടായിരുന്നു. അർജുനൻ ധൈര്യം സംഭരിച്ച് ചോദിച്ചു, മഹാരാജാവേ, നിങ്ങളുടെ സാധനങ്ങൾക്ക് ഇത്രയും വില കൂടുതലെന്താണ്? വ്യാപാരിയുടെ മുഖം പെട്ടെന്ന് ചുവന്നു. അയാൾ കോപത്തോടെ അലറാൻ തുടങ്ങി. കഠിനാധ്വാനത്തിന്റെ വില നിനക്കെന്തറിയാം? ഞാൻ രാവും പകലും കഷ്ടപ്പെടുന്നു. നിന്നെപ്പോലുള്ള ആളുകൾ എന്റെ അധ്വാനത്തെ വിലമതിക്കാതെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അയാളുടെ ശബ്ദത്തിൽ ദേഷ്യവും അഹങ്കാരവും വ്യക്തമായിരുന്നു. അർജുനന്റെ പഴയ സ്വഭാവം ഉണർന്നു. ഉടൻ തന്നെ മറുപടി നൽകി തന്റെ ഭാഗം ശരിയാണെന്ന് തെളിയിക്കാൻ അവന്റെ മനസ്സ് ആഗ്രഹിച്ചു. എന്നാൽ അപ്പോഴാണ് ബുദ്ധന്റെ രണ്ടാമത്തെ പാഠം അവന്റെ കാതുകളിൽ മുഴങ്ങിയത്. ആരെങ്കിലും തർക്കിക്കാൻ വരുമ്പോൾ മൗനം പാലിക്കുക. അർജുനൻ തന്റെ മനസ്സിനെ നിയന്ത്രിച്ചു. അവൻ ദീർഘമായി ശ്വാസമെടുത്ത് ശാന്തനായി നിന്നു. അവന്റെ നിശബ്ദത വ്യാപാരിയെ അത്ഭുതപ്പെടുത്തി.
വ്യാപാരി കൂടുതൽ കടുത്ത വാക്കുകൾ പറഞ്ഞെങ്കിലും അർജുനന്റെ ശാന്തതയ്ക്ക് മുന്നിൽ അയാളുടെ ശബ്ദം താഴ്ന്നു തുടങ്ങി. അയാൾ നിർത്തി. അർജുനന്റെ കണ്ണുകളിലേക്ക് നോക്കി. അയാൾ കുറച്ചുനേരം നിശബ്ദനായി. അർജുനന്റെ മൗനം അയാളെ ചിന്തിക്കാൻ നിർബന്ധിതനാക്കി. തർക്കിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. അർജുനൻ ബുദ്ധന്റെ അടുത്തേക്ക് മടങ്ങിയെത്തിയപ്പോൾ അവന്റെ കണ്ണുകളിൽ പുതിയൊരു തിളക്കമുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഭഗവാൻ, വ്യാപാരിയുടെ ദേഷ്യം തീ പോലെയായിരുന്നു. എന്നാൽ എന്റെ നിശബ്ദത ആ തീ കെടുത്തുകളഞ്ഞു. മൗനത്തിൽ എത്രത്തോളം ശക്തിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ബുദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അർജുന, തർക്കത്തിന്റെ കൊടുങ്കാറ്റിൽ നീ ശാന്തതയുടെ ദീപം തെളിയിച്ചു. ഇത് നിന്റെ രണ്ടാമത്തെ വിജയമാണ്. ഇനി അടുത്ത പരീക്ഷണത്തിന് തയ്യാറാവുക. ദേഷ്യത്തിന് പേരുകേട്ട ഒരു മുൻകോപിയുടെ അടുത്തേക്ക് ബുദ്ധൻ അർജുനനെ അയച്ചു. ബുദ്ധൻ പറഞ്ഞു, അയാളോട് സഹായം ചോദിക്കുക. അയാൾ ദേഷ്യപ്പെടുമ്പോൾ നീ മിണ്ടാതിരിക്കുക. അർജുനൻ ആ വ്യക്തിയോട് സഹായം ചോദിച്ചു. അയാൾ അലറി, എന്നോട് സഹായം ചോദിക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? അയാളുടെ ശബ്ദം തീ പോലെയായിരുന്നു. മറുപടി പറയാൻ അർജുനന്റെ മനസ്സ് തുടിച്ചു. എന്നാൽ അവൻ ബുദ്ധന്റെ പാഠമോർത്തു. ആരെങ്കിലും ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ നിശബ്ദനായിരിക്കുക. അവൻ ശാന്തനായി നിന്നു. അവന്റെ നിശബ്ദത ആ വ്യക്തിയുടെ ദേഷ്യം അലിയിച്ചു കളഞ്ഞു. അയാൾ നിന്നിട്ട് ചോദിച്ചു, നീ എന്താണ് മറുപടി പറയാഞ്ഞത്? അർജുനൻ ശാന്തമായി പറഞ്ഞു, നിങ്ങളുടെ ദേഷ്യം കൂടുതൽ വർദ്ധിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ആ വ്യക്തി ആദ്യമായി മൗനത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞു. അർജുനൻ ബുദ്ധനോട് പറഞ്ഞു, ഭഗവാൻ, എന്റെ നിശബ്ദത ദേഷ്യത്തെ ഇല്ലാതാക്കി. ബുദ്ധൻ പറഞ്ഞു, അർജുന, ദേഷ്യത്തിനു മുന്നിൽ നീ ശാന്തതയുടെ ദീപം തെളിയിച്ചു. ഇത് നിന്റെ മൂന്നാമത്തെ വിജയമാണ്. ബുദ്ധൻ അർജുനന് അടുത്ത വെല്ലുവിളി നൽകി. ബുദ്ധൻ അർജുനനോട് പറഞ്ഞു, ഒരമ്മയ്ക്ക് തന്റെ ഏകമകനെ നഷ്ടപ്പെട്ടു. അവർ കടുത്ത ദുഃഖത്തിലാണ്. ഒന്നും സംസാരിക്കാതെ അവരെ സഹായിക്കുക. അർജുനൻ അവരുടെ അടുത്ത് പോയി വെറുതെയിരുന്നു. അവനൊന്നും പറഞ്ഞില്ല. എന്നാൽ അവന്റെ ആ നിശബ്ദ സാന്നിധ്യം ആ സ്ത്രീക്ക് ആശ്വാസം നൽകി. അവർ ആദ്യമായി ഒരാളോട് തന്റെ കഥ പങ്കുവയ്ക്കുകയും ദുഃഖത്തിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുകയും ചെയ്തു. ബുദ്ധൻ പറഞ്ഞു, ദുഃഖത്തിൽ പലപ്പോഴും വാക്കുകളേക്കാൾ ഫലപ്രദം മൗനമാണ്. അഞ്ചാമത്തെ പരീക്ഷണം പ്രകോപനത്തെ നേരിടുക എന്നതായിരുന്നു. അർജുനനെ പ്രകോപിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ അടുത്തേക്ക് ബുദ്ധൻ അവനെ അയച്ചു. അവർ അർജുനനെ അപമാനിച്ച് സംസാരിച്ചു. എന്നാൽ അവൻ ശാന്തനായി നിന്നു. അവന്റെ നിശബ്ദത അവരെ തോൽവി സമ്മതിക്കാൻ നിർബന്ധിതരാക്കി. പരീക്ഷണങ്ങൾക്കിടയിൽ അർജുനന്റെ മനസ്സിൽ ഒരു ചോദ്യം വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. അവൻ ബുദ്ധന്റെ മുന്നിൽ തലകുനിച്ച് ചോദിച്ചു, ഭഗവാൻ, ഈ നിശബ്ദതയ്ക്ക് എങ്ങനെ ഇത്രയും ശക്തിയുണ്ടാകും? ഈ മൗനം എങ്ങനെ ഇത്രയും ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നു? ബുദ്ധൻ അവന്റെ ആകാംക്ഷ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി ചെറുതായി പുഞ്ചിരിച്ചു. അർജുന, ഞാൻ നിനക്കൊരു കഥ പറഞ്ഞുതരാം. ഒരിക്കൽ ഒരു യോദ്ധാവ് ഒരു സന്യാസിയോട് ചോദിച്ചു, ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി എന്താണ്? സന്യാസി അവന് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് കൊടുങ്കാറ്റിലൂടെ കൊണ്ടുപോവുക. യോദ്ധാവ് ശ്രമിച്ചു. പക്ഷേ കാറ്റിൽ ആ വിളക്ക് കെട്ടുപോയി. അപ്പോൾ സന്യാസി ആ വിളക്കിനെ ഒരു ഗ്ലാസ് റാന്തലുകൊണ്ട് മൂടിയിട്ട് പറഞ്ഞു, ഇനി ഇത് കൊണ്ടുപോവുക. യോദ്ധാവ് വീണ്ടും കൊടുങ്കാറ്റിലൂടെ നടന്നു. ഇത്തവണ നാളം കെട്ടുപോയില്ല. സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യോദ്ധാവേ, നിന്റെ മനസ്സ് ഈ വിളക്കിന്റെ നാളം പോലെയാണ്. മൗനം ആ ഗ്ലാസ് റാന്തൽ പോലെയും. അത് ഏത് കൊടുങ്കാറ്റിലും നിന്റെ ആത്മാവിനെ സ്ഥിരതയോടെയും സുരക്ഷിതമായും നിലനിർത്തുന്നു. ഏത് സാഹചര്യത്തിലും നിന്നെ അചഞ്ചലനായി നിർത്തുകയും നിന്റെ യാത്രയ്ക്ക് വെളിച്ചം നൽകുകയും ചെയ്യുന്ന ആവരണമാണ് മൗനം. അർജുനന്റെ മനസ്സ് ഈ പ്രചോദനം ഉൾക്കൊണ്ട് തിളങ്ങി. അവൻ ഈ പാഠം തന്റെ ആത്മാവിൽ പകർത്തി അടുത്ത വെല്ലുവിളിക്കായി മുന്നോട്ടുപോയി. അവസാനം ബുദ്ധൻ അർജുനന് അവസാനത്തെ ഒരു പരീക്ഷണം കൂടി നൽകി. അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് വലിയ ആഴമുണ്ടായിരുന്നു. അർജുന, നിന്റെ ഹൃദയം സ്നേഹവും സമാധാനവും കൃതജ്ഞതയും കൊണ്ട് നിറയുമ്പോൾ മൗനത്തെ സ്വീകരിക്കുക. ആ നിമിഷത്തിൽ നിശബ്ദത നിന്റെ ആത്മാവിന്റെ ഏറ്റവും മനോഹരമായ ആവിഷ്കാരമായിരിക്കും. എല്ലാ പരീക്ഷണങ്ങളും കടന്നശേഷം അർജുനൻ ശാന്തമായ ഒരു നദിക്കരയിലിരുന്നു. അവന്റെ ഹൃദയം സന്തോഷവും കൃതജ്ഞതയും കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ ബുദ്ധനെ നോക്കി ഒരു വാക്കുപോലും ഉരിയാടാതെ തന്റെ നിശബ്ദതയിൽ എല്ലാ വികാരങ്ങളും ഉൾക്കൊണ്ടു. വാക്കുകളില്ലാതെ എല്ലാം പറയുന്ന ഒരു ഗാനം പോലെയായിരുന്നു അവന്റെ മൗനം. ബുദ്ധൻ പുഞ്ചിരിയോടെ പറഞ്ഞു, അർജുന, നീ മൗനത്തിന്റെ ആഴം ജീവിച്ചറിഞ്ഞു. ഹൃദയം നിറയുമ്പോൾ നിശബ്ദത തന്നെയാണ് നിന്റെ ആത്മാവിന്റെ സംഗീതം. ഇതാണ് നിന്റെ അവസാനത്തെ വിജയം. നിശബ്ദതയുടെ അർത്ഥം വെറുതെ മിണ്ടാതിരിക്കുകയോ സംസാരിക്കുന്നത് ഒഴിവാക്കുകയോ ചെയ്യുക എന്നത് മാത്രമല്ല. അത് മനസ്സിന്റെ ആന്തരിക സമാധാനത്തിന്റെയും വിവേകത്തിന്റെയും സന്തുലിതാവസ്ഥയുടെയും പ്രതീകമാണ്. ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും സമാധാനവും സന്തുലിതാവസ്ഥയും കൊണ്ടുവരുന്നതിന് നിശബ്ദതയുടെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ബുദ്ധന്റെ ഈ ഉപദേശം നമ്മെ പഠിപ്പിക്കുന്നു. സംസാരിക്കുന്നതിന് പകരം കേൾക്കാനും മനസ്സിലാക്കാനും പഠിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത്. നിശബ്ദത എന്നത് കേവലം വാക്കുകളുടെ അഭാവമല്ല, അത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആത്മാവിന്റെ ഭാഷയാണ്. അതിനാൽ മൗനം പാലിക്കാൻ പഠിക്കുക. കാരണം അതാണ് യഥാർത്ഥ മാറ്റവും മാനസിക ശക്തിയും. അത് ജീവിതത്തിലെ വെല്ലുവിളികളെ പൊരുത്തപ്പെടലോടെയും ക്ഷമയോടെയും നേരിടാനുള്ള കഴിവ് നമുക്ക് നൽകുന്നു.